ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൊച്ചി നഗരസഭയിൽ കഴിഞ്ഞ 2023-24 കാലഘട്ടം വരെ 20-25 ഭരണകാലഘട്ടത്തിൽ നമ്മളുടെ വേസ്റ്റ് ശുചിത്വ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CSML കൊടുത്തിട്ടുള്ളത് ഏതാണ്ട് 25 കോടി രൂപയുടെ അടുത്താണ്. അതിൽ നമ്മളുടെ ഈ റോഡുകളിൽ നിന്നൊക്കെ എടുക്കുന്ന വേസ്റ്റുകളൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ ട്രൈസൈക്കിളുകൾ, ആ ട്രൈസൈക്കിളുകൾ ഒരു 120 എണ്ണം കൊച്ചി നഗരസഭയിൽ 20 സർക്കിളുകളിലേക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ബ്രഹ്മപുരത്തേക്കും കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ RTI വച്ചയിൽ നിന്ന് കിട്ടിയ മറുപടിയിൽ ഇപ്പം ഏതാണ്ട് ഒരു 40 എണ്ണത്തോളം കട്ടപ്പുറത്ത് കയറ്റി വെച്ചേക്കാണ്. അതായത് ഓരോ സർക്കിളിനും കൊടുത്തേക്കുന്ന എണ്ണങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു, എത്ര എണ്ണം വർക്കിംഗ് ആണ്, എത്ര എണ്ണം വർക്കിംഗ് അല്ല എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെല്ലാം കൂടി കിട്ടിയ മറുപടി വെച്ച് നോക്കുമ്പോൾ അതിൽ 2 സർക്കിളുകളുടെ മറുപടി എനിക്ക് വന്നില്ല. 3-ാം സർക്കിളും 13-ാം സർക്കിളിലെയും മറുപടി വന്നില്ല. വന്ന കണക്കനുസരിച്ച് എൻ്റെ കണക്ക് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 103 വാഹനങ്ങളുടെ കണക്കേ എനിക്ക് കിട്ടിയുള്ളൂ. അതിലാണ് ഞാൻ ഈ പറഞ്ഞത് ഏതാണ്ട് ഒരു 40-50 വാഹനങ്ങൾ ആ സമയത്ത് കട്ടപ്പുറത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സൈക്കിളുകൾക്ക് CSML കൊടുത്ത ഫണ്ട് അത് പ്രകാരം മേടിച്ചിട്ടുള്ളതിൽ അതിന് ഒരു വാഹനത്തിന് ഏതാണ്ട് 1,99,147 രൂപ പ്രകാരം 120 സൈക്കിളിന് 2,30,97,000 സംതിങ് അത്രയും തുക അതിന് മാത്രം കൊടുത്തു. അതിൻ്റെ ഗ്യാരണ്ടി, അതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് ബാറ്ററി വാറണ്ടി 1 വർഷവും വണ്ടിക്ക് വാറണ്ടി 5 വർഷമായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഈ വാഹനങ്ങൾ എങ്ങനെ കട്ടപ്പുറത്ത് കയറി? അപ്പൊ അതിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കൊച്ചി നഗരത്തിന് ശുചിത്വ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ എത്തത്തക്ക രീതിയിലുള്ള ഫണ്ട് വിനിയോഗം, ഫണ്ട് CSML കഴിഞ്ഞ തവണ കൊടുത്തിട്ടുണ്ട്.